നമ്പർ 272 ഡൽഹി മെയിലിലേക്ക് വീണ്ടും സ്വാഗതം. 1-ാം തീയതിയാണ് അവസാനഘട്ട വോട്ടെടുപ്പ് രാജ്യത്ത് നടക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇത്തവണ ഒരുപക്ഷെ ഒരു സ്വിംഗ് സ്റ്റേറ്റായി മാറും എന്ന് കരുതപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അങ്ങനെ ഉള്ള വിലയിരുത്തൽ ശരിയാണോ അഭിലാഷ്? ഒരു സ്വിംഗ് സ്റ്റേറ്റായിട്ട് മാറുമോ? കഴിഞ്ഞ 2014-ലെയും 2019-ലെയും റിസൾട്ട് ആയിരിക്കില്ല മഹാരാഷ്ട്രയിലേത് എന്നുള്ള കാര്യം പൊതുവേ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ പ്രധാന കക്ഷികളെ BJP, കോൺഗ്രസ്, അതിൻ്റെ താഴെയുള്ള 2 കക്ഷികളുണ്ടായിരുന്നു, ശിവസേനയും NCPയും. ഈ ശിവസേനയും NCPയും വീണ്ടും പിളർന്നു. അങ്ങനെ മൊത്തത്തിൽ പാർട്ടികളുടെ എണ്ണം കൂടി, സഖ്യ കക്ഷികളിലെ ബന്ധങ്ങൾ മാറി, ഇതെല്ലാം മാറി. ഇത് മഹാരാഷ്ട്രയിൽ എന്ത് തരത്തിലുള്ള ഫലമുണ്ടാക്കുമെന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം. ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഈ ഇലക്ഷനിലെ ഏറ്റവും സ്പെക്ടാക്കുലർ ഷോ പ്രതീക്ഷിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. 30 അതിൽ കൂടുതലോ സീറ്റുകൾ നേടാനുള്ള സാധ്യത മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. നോക്കൂ, 2014-ൽ NDAക്ക് 42 സീറ്റ്, 48-ൽ 42 സീറ്റ് കിട്ടിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കഴിഞ്ഞ തവണ 41 സീറ്റ് കിട്ടി. അതായത് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളെ അയക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ ഇത്തവണ ശരിക്കും ബൈപോളാർ കോൺഗ്രസ് ആണ് നടക്കുന്നത്. 2 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതിൽ അവിടെ കൃത്യമായും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക്, MVAക്ക്, മഹാവികാസ് അഘാഡിക്ക് മഹായുദ്ധിയുടെ മുകളിൽ ഒരു തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP നയിക്കുന്ന മഹായുദ്ധിയിലുള്ള 2 കക്ഷികളും, അതായത് ഷിൻഡേ സേനയും അജിത് പവാറിൻ്റെ NCPയും, ഇവ രണ്ടും വളരെ ദുർബലമായ അവസ്ഥയിലാണ്. അപ്പോൾ ഈ 2 പാർട്ടികളുടെ ദൗർബല്യം അവിടെ BJPക്ക് തിരിച്ചടിയാകാം. BJP 28 സീറ്റിലാണ് മത്സരിക്കുന്നത്. 15 സീറ്റ് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് ഷിൻഡേ സേന. ആ 15 സീറ്റിൽ അവർ ക്രൈസിസിലാണ്. അതിന് കാരണം ഒന്ന് ഉദ്ധവ് താക്കറയുടെ ഇമോഷണൽ അപ്പീൽ, പ്രത്യേകിച്ച് മുംബൈ മേഖലയിൽ. അവിടെ താനെ ഒഴികെ ബാക്കി എല്ലായിടത്തും ഉദ്ധവ് സേനയ്ക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. ഒന്ന്, ബാൽ താക്കറയുടെ, ബാലാസാഹിബിൻ്റെ മകനെ ഇത്തരത്തിൽ അപമാനിച്ചു, പിറകിൽ നിന്ന് കുത്തി എന്ന വികാരം അവിടെ ശക്തമാണ്. ഇത്തവണ എക്സിസ്റ്റൻസിൻ്റെ പോരാട്ടമാണ്. ഉദ്ധവ് താക്കറയ്ക്ക് തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും തോൽക്കാൻ പാടില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ മാക്സിമം ഡെലിവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുംബൈ അടക്ം ശിവസേനയുടെ സ്വാഭാവിക ശക്തി കേന്ദ്രങ്ങളിൽ ഷിൻഡേക്ക് സ്വാധീനമുള്ള താനെ ഒഴികെ എല്ലായിടത്തും ഉദ്ധവ് താക്കറയുടെ പ്രഭാവം ഉണ്ടാകും. അപ്പോൾ ശിവസേന ഫാക്ടർ ഒന്ന്. 2, NCPയെ സംബന്ധിച്ചും സമാനമായ വിധത്തിലുള്ള സാഹചര്യമാണ്. NCPയുടെ നേതാക്കൾ കൂടുതലും ഈ പറഞ്ഞ അജിത് പവാറിൻ്റെ കൂടെയാണെങ്കിലും അണികൾ ശരത് പവാറിൻ്റെ കൂടെയാണ്. അവിടെ ബരാമതിയിൽ സുപ്രിയ സുലെയും അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാറുമാണ് മത്സരിക്കുന്നത്. ആ മത്സരത്തിന് തന്നെ ഒരു ഇമോഷനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ NCPക്ക് അവിടെ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം, ഒപ്പം ഈ മുന്നണിക്ക് മഹാവികാസ് അഘാഡിയെ സംബന്ധിച്ചൊരു കൊഹഷനുണ്ട്. മുന്നണി സഖ്യകക്ഷികൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. അതേസമയം അപ്പുറത്ത് അത്ര സുഖകരമല്ല കാര്യങ്ങൾ, അസ്വാരസ്യങ്ങളുണ്ട്. ഷിൻഡേ സേനയിൽ പ്രശ്നങ്ങളുണ്ട്, NCP പ്രശ്നങ്ങളുണ്ട്, സീറ്റ് വിതരണത്തിൽ അസ്വാരസ്യങ്ങളുണ്ട്. 2 ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് സീറ്റ് തർക്കം പോലും മഹായുദ്ധിയുടെ കാര്യത്തിൽ പരിഹരിക്കപ്പെട്ടത്. അപ്പോൾ മുന്നണിയിലെ ചേർച്ചയില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതേപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ കോൺഗ്രസ് NCP സഖ്യത്തിന് 8 സീറ്റുകളിൽ പരാജയം ഉണ്ടായത് പ്രകാശ് അംബേദ്കറുടെ ബഹുജൻ വഞ്ചിത അഘാഡിയും AMIM തമ്മിലുള്ള സഖ്യമാണ്. ഇത്തവണ സഖ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇവർ മത്സരിക്കുന്നുണ്ട് എങ്കിലും പഴയതുപോലെ പ്രകാശ് അംബേദ്കറുടെ പാർട്ടിക്കുള്ള ഒരു പ്രഭാവം ഇത്തവണ ആരും കാണുന്നില്ല. ഇങ്ങനെ പല ഘടകങ്ങൾ പരിഗണിച്ചാൽ മഹാരാഷ്ട്ര അഡ്വാൻറ്റേജ് ഇന്ത്യ മുന്നണിയാണ്. ഇപ്പോൾ മറാത്ത്വാദ പ്രശ്നം, അല്ലെങ്കിൽ മറാത്ത് സംവരണ പ്രശ്നം, അതുപോലെ തന്നെ ഈ പ്രകാശ് അംബേദ്കറുടെ പാർട്ടി, അത്തരം കാര്യങ്ങൾ വന്നു. പക്ഷേ അതിനേക്കാൾ വലിയ രീതിയിലുള്ള അഗ്രേറിയൻ ക്രൈസിസ് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തി മഹാരാഷ്ട്ര തർക്കം, ഇതിൽ ആർക്കാണ് പ്രാധാന്യം കിട്ടുന്നത് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉള്ളി വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഉള്ളി എക്സ്പോർട്ട് കേന്ദ്ര സർക്കാർ നിയന്ത്രിച്ചതോടുകൂടി ഇവിടെ നിന്ന് എക്സ്പോർട്ട് കുറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ വില ഭയങ്കരമായി താഴെ പോയി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഒരു ഗുജറാത്തിൽ നിന്നുള്ളൊരു കമ്പനി മുംബൈയിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നു. അതിനകത്ത് മറാത്തി ആണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവർ പ്രത്യേകത എഴുതിയത് അവിടെ വലിയ രീതിയിലുള്ള വലിയ കോൺട്രവേഴ്സിയായി മാറി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ മൊത്തത്തിൽ BJPക്കും അതുപോലെ തന്നെ NCP സഖ്യത്തിനും ഈ ഷിൻഡേ സഖ്യത്തിനും എതിരായിട്ടാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അവിടെ 30+ എത്തും എന്നുള്ളത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അമിത പ്രതീക്ഷയാവാം എന്ന് പറയേണ്ടി വരും. കാരണം ഞാനത് മറ്റൊരു വിധത്തിലാണ് മഹാരാഷ്ട്രയിലെ പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം മഹാരാഷ്ട്രക്കാരെ സംബന്ധിച്ചിടത്തോളം, മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, NCP അജിത് പവാർ സഖ്യത്തിന് 4 സീറ്റാണ് BJP കൊടുത്തത്. ഈ 4 സീറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷിക്കുന്നത് ആ നെഗോഷിയേഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി വെച്ചുകൊണ്ടാണ് സീറ്റ് ധാരണയിലെത്തുന്നത്. ഈ അഭിലാഷ് പറഞ്ഞത് ഒരു കാര്യം 100% ശരിയാണ്.
ഒരു മുന്നണി എന്ന നിലയിൽ കുറെ കൂടി നല്ല വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും അവിടെ കോൺഗ്രസ് സഖ്യത്തിന് തന്നെയാണ്. അതോടൊപ്പം വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം, മഹാരാഷ്ട്രയിൽ മറ്റേ മജ്ലിസ് പാർട്ടിയുടെ സ്വാധീനത്തിനൊക്കെ അപ്പുറത്ത് കഴിഞ്ഞ തവണത്തേതുപോലെ പ്രകാശ് അംബേദ്കറും ഒവൈസിയും തമ്മിലുള്ള ആ വിധത്തിലുള്ള ശക്തമായൊരു സഖ്യമില്ല. പക്ഷേ അതിനേക്കാൾ കൗതുകകരമായൊരു കാര്യം, ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആലോചിക്കാൻ കഴിയാത്ത വിധത്തിൽ മഹാരാഷ്ട്ര മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായി ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ് ഉദ്ധവ് താക്കറെ എന്ന വിധത്തിൽ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് കാരണം നരേന്ദ്രമോദിയെ അതിശക്തമായിട്ട് എതിർക്കുന്ന കോൺഗ്രസിനേക്കാൾ കടുത്ത രീതിയിൽ കടന്നാക്രമിക്കുന്ന ഒരു നേതാവ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയാണ്. ആ വിധത്തിൽ ആ പിന്തുണ അവിടേക്ക് എത്തുന്നു. അത് സഖ്യത്തിന് ഗുണമാണ്. ഈ സഖ്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് എണ്ണത്തിൽ നിന്ന് കുറവുണ്ടാകില്ല എന്നത് മാത്രമല്ല, 28 സീറ്റ് BJP മത്സരിക്കുമ്പോൾ 23-ൽ നിന്ന് ഒരു പക്ഷേ 1-2 സീറ്റുകൾ BJPക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സഖ്യകക്ഷികളാണ് അവിടെ പരാജയപ്പെടുന്നത്. സഖ്യകക്ഷികൾ പരാജയപ്പെടുന്നു എന്നുള്ളൊരു സാഹചര്യം അവിടെ സംഭവിച്ചേക്കും. അഭിലാഷ് പറഞ്ഞ ആർഗ്യുമെൻറ്റിനെ ശക്തമാക്കുന്നത് ഫട്നാവിസിനെതിരെ ശക്തമായ വികാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഫട്നാവിസ് മറാത്ത രാഷ്ട്രീയത്തെ ഛിന്ന ഭിന്നമാക്കാൻ വന്ന ഒരു നേതാവ് എന്ന വിധത്തിൽ കാണുന്നു എന്നുള്ളത് പ്രാദേശിക പാർട്ടികളെ അദ്ദേഹത്തിനെതിരാക്കുന്നുണ്ട്. ബാരാമതി വളരെ കൗതുകകരമായൊരു കാര്യമാണ്. അവിടെ ഒരുപക്ഷെ സുനേത്ര പവാർ ജയിച്ചാൽ അമ്പരക്കേണ്ടതില്ല, സുപ്രിയ സുലെ അട്ടിമറിക്കപ്പെട്ടേക്കും. പക്ഷേ പൊതുവേ അതിന് കാരണം ഒറ്റ മിനിറ്റ് കൂടി ഞാൻ എൻ്റെ കാരണം പറയാം. വോട്ട് ചെയ്യാൻ പോയ ആളുകൾ, ഞാൻ അവിടെ നിന്നുള്ള അത്തരത്തിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ കമൽ നയ്യേ, ധനുഷ് ബാൻബി നയ്യേ, ഞങ്ങൾ അതുകൊണ്ട് വോട്ട് ചെയ്യാതിരുന്ന് പോകുന്നു, അമ്പും വില്ലുമില്ല താമരയില്ല, അതുകൊണ്ട് വോട്ട് ചെയ്യാതെ തിരിച്ചു പോകുന്നു എന്ന് പറയുന്ന ആൾക്കാരാണുള്ളത്. ബാരാമതിയിൽ ആർക്ക് വോട്ട് ചെയ്താലും പവാറിൻ്റെ വീട്ടിലേക്ക്, പക്ഷേ കുറച്ചുകൂടി പേടി അജിത് പവാറിനെയാണ് എന്നുള്ളത് അവിടേക്ക് വോട്ട് പോയേക്കാം. കാരണം മരുമകൾ വീട്ടിലേക്ക് വന്നു കയറിയ സുനേത്ര പവാർ മകൾ പോയില്ലേ എന്ന വിധത്തിൽ കാണുന്ന ഒരു ഗ്രാമീണ ക്ഷേത്രം ആണ് എന്നതുകൊണ്ട് അവിടെ ഒരു അട്ടിമറി സംഭവിച്ചേക്കാം. ഇതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വർഷം പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഈ സർക്കാരിനെതിരെ, നിലനിൽക്കുന്ന സർക്കാരിനെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി സ്വാഭാവികമായിട്ടുണ്ട്. 4ാം വർഷത്തിലാണ് ഇപ്പോൾ സർക്കാർ. അതിൻ്റെ ഒരു ഇഫക്റ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ലേ? അത് BJP സഖ്യത്തിനെതിരാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ആ സഖ്യത്തിന് എതിരാവുന്നു എന്നതിനപ്പുറത്ത് ആ വോട്ട് മോദിക്ക് ആ വോട്ട് കിട്ടും. മോദിയുടെ വോട്ട് അവിടെ ശക്തമായിട്ട് മോദി എന്ന വികാരത്തിൽ തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം, മഹാരാഷ്ട്രയിലെ എല്ലാ മേഖലകളിലും, ഇപ്പോൾ രാജീവ് നേരത്തെ പറഞ്ഞ മനോജ് ജാരംഗ പാട്ടീലിൻ്റെ കേസ്, മറാഠ സംവരണ വിഷയം കടുത്ത വികാരം ഉയർത്തിയിട്ടുണ്ട്. അത് ഫട്നാവിസിനെതിരാണ് ആ വികാരം. പക്ഷേ അപ്പോഴും ആ പ്രദേശത്ത് പോലും മോദി ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ട്. പക്ഷേ അതിനപ്പുറത്ത് മറ്റ് മണ്ഡലങ്ങളിൽ, സഖ്യകക്ഷികൾ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ സഖ്യകക്ഷികൾ ജയിച്ചാൽ എവിടെ പോകുമെന്നുള്ള കാര്യത്തിൽ BJPക്ക് ഒരു ഉറപ്പില്ല. കാരണം അജിത് പവാർ ആണെങ്കിലും താക്കറെ ഷിൻഡെ ആണെങ്കിലും തിരിച്ചു പോയാൽ അവർക്ക് അത്ഭുതമൊന്നുമില്ല. ഡിൻഡോറിയിലൊക്കെ ഈ പറഞ്ഞ ശരത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മറ്റു വിഭാഗം വോട്ട് പിടിക്കുന്നു എന്നുള്ള അല്ല അഭിലാഷ്, ഇപ്പോൾ ഛഗൻ ഭുജ്ബലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഛഗൻ ഭുജ്ബൽ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം NCP നേതാവാണ്, അതായത് ഭരണകക്ഷിയിലുള്ള NCPയുടെ നേതാവാണ്, അവിടുത്തെ സംസ്ഥാനത്തെ മന്ത്രിയാണ്, NCPയുടെ ഒരു വലിയ തലമുതിർന്ന നേതാവാണ്. അപ്പം ഛഗൻ ഭുജ്ബൽ പറഞ്ഞൊരു കാര്യം, ഈ അബ്കി ബാർ 400 പാർ എന്ന് പറയുന്ന മുദ്രാവാക്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പല നേതാക്കൾക്കും, അതായത് സഖ്യത്തിനൊപ്പം നിൽക്കുന്ന പല നേതാക്കൾക്കും ഈ 400 എന്ന് പറയുന്നത് ഇത്തിരി അധികമായി പോയില്ലേ, ഈ 272 തന്നെ എത്തുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലയിടത്തു നിന്നും വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ ചാഞ്ചാട്ടം, അതുപോലെ തന്നെ സത്താ മാർക്കറ്റിലെ വ്യത്യാസം, അപ്പോൾ അവിടെ സത്താ മാർക്കറ്റ് അല്പം താഴോട്ട് പോകുന്നു, പക്ഷേ വീണ്ടും പുതിയ നരേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ കാര്യങ്ങൾ മെച്ചമാകുന്നു. അങ്ങനെ ഒരു രാജ്യത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, ഇപ്പോൾ അപ്രതീക്ഷിതമായ മത്സരം നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകളിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. മഹാരാഷ്ട്ര, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, ബംഗാൾ, മഹാരാഷ്ട്ര, ബീഹാർ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വളരെ ശക്തമായ മത്സരം, അതായത് UP കഴിഞ്ഞാൽ ബാക്കി വലിയ സീറ്റുകളുള്ള 3 സംസ്ഥാനങ്ങളിൽ ശക്തമായ മത്സരം നടക്കുന്നു എന്ന ഘടകം, പ്ലസ് ഉത്തർപ്രദേശിൽ BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്ന ഒരു ചോദ്യം, ഇവ രണ്ടുമാണ് ഈ തരത്തിലുള്ള ചർച്ചകളിലേക്ക് നയിക്കുന്നത്. കോൺഗ്രസ് പിടിക്കുന്ന സീറ്റുകൾ BJPയുടെ നഷ്ടം എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട്. അങ്ങനെ കോൺഗ്രസ് അധികം എത്ര സീറ്റുകൾ പിടിക്കുന്നു? കഴിഞ്ഞ തവണത്തേക്കാൾ 50 സീറ്റ് കോൺഗ്രസ് അധികം പിടിച്ചാൽ കോൺഗ്രസിന് 102 സീറ്റുകളായി. അപ്പോൾ അങ്ങനത്തെ ഒരു സെനാരിയോ വരും എന്ന പ്രതീക്ഷയിലാണ് ഈ പറഞ്ഞ ചാഞ്ചാട്ടങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈ ചാഞ്ചാട്ടം യഥാർത്ഥത്തിൽ ജൂൺ 4 എന്ത് സംഭവിക്കും? ഇത് ഒരുപക്ഷെ ശക്തമായ ഒരു കൗണ്ടർ നരേറ്റീവ് കോൺഗ്രസ് ഉണ്ടാക്കിയതുകൊണ്ടാണോ, അതോ BJPയുടെ വീക്ക്നെസ് കൊണ്ട് സംഭവിച്ചതാണോ? ജനങ്ങൾ ഇത് കാണുന്നു എന്നുള്ളത്, അതോ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് ഈ നിരീക്ഷകരും വിശകലനം നടത്തുന്നവരും ഉണ്ടാക്കിയെടുത്ത കഥയാണോ? എന്താണ് സംഭവിക്കുന്നത്?
ജൂൺ 4 ഞാൻ യാതൊരു അതിശയവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം NDA അടുത്ത മുന്നണി, അടുത്ത പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുകയാണെങ്കിൽ മധു, ഇത് കഴിഞ്ഞ തവണ ഉണ്ടാകാത്ത ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, കഴിഞ്ഞ തവണയും അവസാന ഘട്ടത്തിൽ പോലും ഈ ദേശീയതയൊക്കെ ഇപ്പോൾ നമ്മൾ പിന്തിരിഞ്ഞു നോക്കി ദേശീയതയുടെ വലിയ തരംഗങ്ങളുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 6 മാസത്തോളം ഞാൻ ഉത്തരേന്ത്യയിൽ 2019 യാത്ര ചെയ്തിരുന്ന ആളാണ്. പക്ഷേ അന്നും ഇവിടെ ചർച്ച വലിയൊരളവ് ഒപ്പത്തിനൊപ്പം 300 സീറ്റ് NDAക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത വലിയൊരു വിഭാഗമായിരുന്നു അന്നും മലയാളികൾ. അത് നമ്മൾ ഏകപക്ഷീയമായി മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ആ മാർജിൻ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ജൂൺ 4 ശേഷം രാജീവ് പറയുന്ന പോലെയുള്ളൊരു സെനാരിയോ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നിർണായകമായ കൗതുകകരമായ നിരീക്ഷണം ഇന്നലെ നടത്തിയ തേജസ്വി യാദവാണ്. ബീഹാറിൽ അങ്കിൾ യു ടേൺ എടുക്കേണ്ടി വരും എന്നാണ് തേജസ്വി പറയുന്നത്. നിതീഷ് കുമാർ യു ടേൺ എടുക്കേണ്ടി വരും എന്ന് പറയുന്നു. കാരണം ഈ അങ്കിളിനെ കുറിച്ച് പറയുന്ന തമാശ, അങ്കിള് പോകുന്ന ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ അത് എങ്ങോട്ട് പോകുന്നു, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അങ്കിളിന് യാതൊരു ഓർമ്മയും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇത്തവണ അദ്ദേഹം കുറച്ച് എന്താ പറയുക, പ്രായാധിക്യമുള്ള ഒരാളെ നമ്മൾ അക്കാര്യത്തിൽ നമ്മൾ നരേന്ദ്രമോദി വീണ്ടും മുഖ്യമന്ത്രി ആകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട്. വളരെ കുറവ് യോഗങ്ങളിലെ 50ഓളം യോഗങ്ങളിൽ മാത്രമേ ഇന്ന് 52 സമ്മേളനങ്ങളിലെ മഹാറാലികളെ ഇത്തവണ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ നിതീഷ് ഇപ്പോഴും ഒരു ബ്രാൻഡാണ്. മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അമ്പരപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ അപ്പുറത്ത് ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്നവർ എല്ലാവരും ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നില്ല. തീർച്ചയായിട്ടും ഉണ്ടാവുന്നില്ല. ഈ പറയുന്ന പോലെ എങ്ങനെ വേണമെങ്കിലും മാറാം. അതിനനുസരിച്ചുള്ള ചർച്ചകൾ അടക്കം തുടങ്ങിക്കഴിഞ്ഞു എന്ന വിധത്തിലും ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. മഹാരാഷ്ട്രയിൽ ജയിച്ചു ചെല്ലുന്ന MP-മാർ ആർക്കൊപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് BJP സഖ്യം അവരുടെ ഫീൽഡിൽ തന്നെ ദുർബലമാകുന്നതും അവർക്ക് പരസ്പരം സഹകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നാളെ പോകാം. പ്രധാനമന്ത്രി നാളെ കന്യാകുമാരിയിൽ എത്തുന്നുണ്ട്, വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ വേണ്ടിയിട്ട്. അതടക്കം മറ്റു വിഷയങ്ങളുമായി നാളെ വീണ്ടും കാണാം.